ഈ പുതുവത്സരത്തിന് നമ്മുടെ ആവേശം കെട്ടുപോകുന്ന ഒരു വാർത്തയാണ്. 15ഉം 16ഉം വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ ഒരു യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത. ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂരജ് സജി, ഹാപ്പി ന്യൂ ഇയർ. ഒരു ഹാപ്പി ഇല്ലാതെ നിങ്ങൾ പറയുക. സൂരജ്, എന്താണ് വാർത്ത? എവിടെയാണ് സംഭവിച്ചത്? എപ്പോഴാണ് സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചത്? ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? ജില്ലാ ആശുപത്രിക്ക് മുൻവശത്തെ തേക്കൻകാട് വെച്ചാണ് ഈ കത്തിക്കുത്തുണ്ടാകുന്നത്. 2 യുവാക്കൾ, അതായത് ഒരു യുവാവ് അവിടെ എത്തുന്ന ആ സമയത്ത് 2 വിദ്യാർത്ഥികൾ ഈ തേക്കൻകാട് ഒരു മരത്തിന് ചുവട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. 15ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ്. ഇവരോട് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറണം എന്നുള്ളതാണ് ഈ കൊല്ലപ്പെട്ട ലെവിൻ ആവശ്യപ്പെട്ടത്. പിന്നീട് ഇരു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഈ സമയത്താണ് ഈ 16 വയസ്സുകാരൻ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ലെവിനെ കുത്തി വീഴ്ത്തുന്നത്. ഈ മരിച്ച ലെവിൻ തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് താമസിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ലെവിൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് ഇപ്പോൾ നിലവിൽ ഈ മൃതദേഹമടക്കം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. പക്ഷേ ഈ 16 വയസ്സുള്ള കുട്ടികൾ എന്തിനീ കത്തി കയ്യിൽ കരുതി എന്നുള്ളതാണ് ഈ ചോദ്യം. അങ്ങനെ ഒറ്റ കുത്തിന് മാത്രം ഈ ലെവിനെ കൊല്ലാൻ മാത്രം ഈ കുട്ടികൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 കുട്ടികളെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് പ്രതി എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ലെവിനോടൊപ്പം ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇവരുമായി ഉണ്ടായ തർക്കമാണ് ഈ ആക്രമണത്തിലേക്ക് കലാശിച്ചതെന്ന വിവരവുമുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂരജ്, ഈ കുട്ടികളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ചോദിക്കുന്നില്ല, കാരണം കുട്ടികളായതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും യഥാർത്ഥത്തിൽ ഇത് ലഹരി ഉപയോഗമായിട്ട് എങ്കിലും ഇതിന് ബന്ധമുണ്ടോ? യുവാക്കൾ ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടികളുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടത്? ഈ അടുത്ത കാലത്ത് തൃശൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഭൂരിഭാഗവും ഈ കുട്ടികളാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തീക്കാറ്റ് സാജൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ് ഈ ആവേശം മോഡൽ പാർട്ടി അടക്കം നടത്തിയത്. അന്ന് അവിടെ എത്തിയ കുട്ടികളെല്ലാം തന്നെ ഈ 14ഉം 15ഉം 16ഉം വയസ്സുള്ള ആളുകളായിരുന്നു. പോലീസ് ഇടപെട്ടാണ് ഇവരെല്ലാവരും പിന്തിരിപ്പിച്ചത്. ഈ തുടർച്ചയായി ഈ കൊലപാതകം റിപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഗുണ്ടാ സംഘങ്ങളുടെ വളർച്ചയും എല്ലാം തന്നെ ഈ കുട്ടികളെ വല്ലാതെ ഇത്തരം പ്രവർത്തികളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അത് തന്നെ ആയിരിക്കണം ഈ കുട്ടി ഇത്തരത്തിൽ ഈ കത്തി കയ്യിൽ കരുതാൻ ഇടയാക്കിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് കത്തി കയ്യിൽ കൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യവുമില്ല. അങ്ങനെ കത്തി കയ്യിൽ കൊണ്ട് നടന്ന ഒരു ക്രിമിനൽ വാസനയുടെ ഭാഗമായി തന്നെയാണെന്ന് പോലീസ് സ്വീകരിക്കുന്നു. ഈ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗം ഉണ്ടോ എന്ന് സംബന്ധിച്ച് എല്ലാം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കയ്യിൽ കരുതിയ കത്തി ആ തർക്കത്തിനിടയിൽ കൃത്യമായി ഉപയോഗിക്കുന്നു. ഒറ്റ കുത്തിൽ തന്നെ ഈ കുത്തേറ്റ് വീണ ആൾ മരിക്കുകയും ചെയ്യുന്നുണ്ട്. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡ് സ്വദേശിയായിട്ടുള്ള ലെവിനാണ് കൊല്ലപ്പെട്ടത്. 30 വയസ്സായിരുന്നു. ഓക്കെ സൂരജ് സജി, വളരെ സങ്കടകരമായ വാർത്തയാണ് സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നത്. സൂരജ് സജി, യഥാർത്ഥത്തിൽ റൗണ്ടിലൂടെ ഒന്ന് കറങ്ങി. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയർ ആയിട്ട് ഭയങ്കര സങ്കടപ്പെട്ട ഒരു ന്യൂസാണല്ലോ ഇന്നലെ രാത്രി മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. 14കാരൻ, കുറേ ആൾക്കാർ 14 വരെയുണ്ട്, കുറേ ആൾക്കാർ 16 വരെയുണ്ട്. കറക്റ്റ് ഏതാണ് ഏജ് നമുക്കറിയില്ല. ഏതായാലും 10+1 ആ ഏജിലുള്ള കുട്ടിയാണ്. 30 വയസ്സായ ഒരാളെ കുത്തിക്കൊല്ലണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിൻ്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എത്രത്തോളം ക്രൂരമായ മനസ്സാണ് മക്കൾക്ക് നിന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിൻ്റെ ഇടയിൽ 2 പെൺകുട്ടികളായിട്ട് 2 ആൺകുട്ടികൾ വന്നപ്പം ഈ 30 വയസ്സായ ആൾ ചോദിച്ചതാണ് എങ്ങോട്ടാണ് പോണത്, അവിടുന്ന് മാറി തരണം എന്തോന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നത് ഈ മക്കൾ എന്ത് ചെയ്തിരിക്കണം, കത്തിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അവരെന്തിനാണ് ഈ കത്തി സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്? അവർക്കതിൻ്റെ ആവശ്യം എന്തിനാണ് ഇത് എപ്പോഴും കത്തിയും കൊണ്ട് നടക്കുന്നത്? അപ്പോൾ ഒരു മുൻകൂട്ടി എന്തെങ്കിലും ഒരു വൈരാഗ്യം എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുത്തി കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടാണോ ഈ കത്തിയും കൊണ്ട് നടക്കുന്നത് എന്നല്ലേ. നാലോചിക്ക് 14 ആണെങ്കിലും 16 ആണെന്നുണ്ടെങ്കിലും 10ാം ക്ലാസ് പ്രായം, 10+1 പ്രായം. നമ്മളെ മക്കളെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി കാലാകാലം അവൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. ജീവിതം മൊത്തം നഷ്ടപ്പെട്ടില്ലേ. ഇനി കൂടെ കൂട്ടിപ്പോയ ആ പെണ്ണുണ്ടാവുമോ? ഇനി എന്തായാലും മക്കളെന്താ പറയുക, നമ്മളെ മക്കളൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. കാലം നമ്മളെ വർഷം കൂടുന്തോറും നമ്മളെ മക്കൾക്കൊന്നും വിവേകവും ബുദ്ധി ഇല്ലാതായി പോവുകയാണ് അല്ലേ. കറക്റ്റ് എന്താ പറയുക, ഈ ഒരു വ്യക്തി 30 വയസ്സായ ഒരു വ്യക്തി ഒരു കാരണം ഒരു പ്രശ്നമില്ലാതെയാണ് ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നത്. ഒരു പ്രശ്നം, ഒരു അസുഖം, ഒരു കാര്യം ഒന്നുമില്ല. പെൺകുട്ടിനായിട്ട് പോയപ്പോൾ എന്തിനാണ് പോകണതെന്നോ അതോ അവിടുന്ന് മാറിത്തരണമെന്നും പറയണേക്കുണ്ട്. എങ്ങോട്ടാണ് ഇവരെയും കൊണ്ട് പോകണമെന്നുള്ള ചോദ്യത്തിന് മാത്രം ചോദിച്ചിട്ടുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒന്നും ചോദിക്കാൻ പറ്റില്ല, ആരോടൊന്നും ചോദിക്കാൻ പറ്റില്ല. എപ്പോഴാണ് നമ്മളെ മരണം അവരെടുക്കണം, ജീവൻ എടുക്കണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക, മക്കളാണ്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മളെ കൺമുന്നിൽ നിന്ന് പോയാൽ നമ്മളൊന്നും അന്വേഷിക്കണ പോലും ഇല്ല അല്ലേ. ആരും അന്വേഷിക്കണില്ല, ഒന്നും അന്വേഷിക്കണില്ല. ആൺകുട്ടികളെ അന്വേഷിക്കണില്ല, പെൺകുട്ടികളെ അന്വേഷിക്കണില്ല. അവരെവിടെ പോയി? ന്യൂ ഇയർ പ്രോഗ്രാമിന് കുറേ കുട്ടികൾ എന്താ പറയുക, കോളേജ് ടൂറാണ് കാരണം, കോളേജ് ട്രിപ്പാണെന്ന് പറഞ്ഞു എല്ലാം പല രീതിക്കും പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.